ഗഫൂർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ആളാണിപ്പോൾ റിബേഷ്. ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് അഭിജിത്ത് മുഴക്കുന്ന നൽകും. അഭിജിത്ത്, അപ്പോൾ ജിതിൻ ഭാസ്കർ, അമൽ എന്നീ ഡിവൈഎഫ്ഐ നേതാക്കളെ കൂടാതെ ഇപ്പോൾ റിബേഷ് രാമകൃഷ്ണൻ അറസ്റ്റിലാവുന്നു. ഈ ഗഫൂർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് റിബേഷ് രാമകൃഷ്ണന്റേത്. പക്ഷേ ഇടതു സർക്കാരിന്റെ കാലത്ത് ഇയാളിലെത്തി നിന്ന അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ SIT രൂപീകരിക്കുന്നു UDF സർക്കാർ. ഇപ്പോൾ മൂന്നാമത്തെ ഡിവൈഎഫ്ഐ നേതാവും അറസ്റ്റിലാകുന്നു. ഇവരുടെയൊക്കെ പങ്ക് എന്താണ് ഈ കേസ്? ഷിഹാസ്, കേസിൽ മൂന്നാമത്തെ അറസ്റ്റാണ് SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റിബേഷ് രാമകൃഷ്ണനെ പ്രതി ചേർക്കുന്നത്. രണ്ടാം പ്രതിയാണ്. തൊട്ടു പിന്നാലെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് റിബേഷിന് SIT നോട്ടീസ് നൽകുകയും ചെയ്തു. രാവിലെ 11 മണിയോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് DYSP മനോഹറിന് മുൻപാകെ റിബേഷ് രാമകൃഷ്ണൻ ഹാജരാകുന്നത്. തുടർന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയുമായിരുന്നു. ജില്ലാ സെഷൻസ് കോടതി നേരത്തെ റിബേഷ് രാമകൃഷ്ണന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതുമാണ്. ഏതായാലും 3 അറസ്റ്റുകൾ, അതിൽ ജിതിൻ ഭാസ്കറിനെയും അമലിനെയുമാണ് നേരത്തെ SIT അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ റിബേഷ് രാമകൃഷ്ണന്റെ പങ്ക് എന്നുള്ളത് SIT വ്യക്തമാക്കുന്നത് ജിതിൻ ഭാസ്കർ നിർമ്മിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പല ഗ്രൂപ്പുകളിലേക്കും, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും, പ്രത്യേകിച്ച് റെഡ് എൻകൗണ്ടർ പോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തത് റിബേഷ് രാമകൃഷ്ണനാണ്. അങ്ങനെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് റിബേഷ് രാമകൃഷ്ണനിൽ ചുമത്തിയിട്ടുള്ള കുറ്റം. ഇനിയിപ്പോൾ SIT കടക്കുന്നത് അടുത്ത ഘട്ടത്തിലേക്കാണ്. അതായത് ജിതിൻ ഭാസ്കർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചുവെന്നും അമൽ, റിബേഷ് രാമകൃഷ്ണൻ പോലെയുള്ളവർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യവുമാണ് നിലവിൽ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കവിഞ്ഞ് കൂടുതൽ പിന്തുണ ആരിൽ നിന്നെങ്കിലും ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നറിയുകയാണ് SITയുടെ അടുത്ത നീക്കം. അതാണ് അടുത്ത ലക്ഷ്യം. ഇന്നും ഏറെ നേരം റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കൂടി SIT കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ SIT വരുന്നതിന് മുൻപ് റിബേഷ് രാമകൃഷ്ണനിലെത്തി ഈ കേസ് അന്വേഷണം നിലച്ചതാണ്. പിന്നീടാണ് SIT ഈ കേസ് ഏറ്റെടുക്കുന്നതും പിന്നീട് ഒരുപാട് തവണ റിബേഷ് രാമകൃഷ്ണന്റെ ചോദ്യം ചെയ്യലും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. തുടർന്ന് കേസിൽ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടിയാണ് റിബേഷ് രാമകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. ഏതായാലും കേസിൽ 2ാം പ്രതിയായ റിബേഷ് രാമകൃഷ്ണൻ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ, ചോദ്യം ചെയ്യലൊക്കെ ഏത് ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി അഭിജിത്ത്, അപ്പോൾ കാത്തിരിക്കാം. ഗഫൂർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള SIT സംഘത്തിന്റെ തുടർ നടപടികൾക്കും നീക്കങ്ങൾക്കുമായി.